Hi dear students, database management system and RDBMS യൂണിറ്റ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. തൊട്ട് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ഓപ്പറേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻ, ഇന്നർ ജോയിനും ഔട്ടർ ജോയിനും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ആ വീഡിയോ മിസ്സായിട്ടുണ്ടെങ്കിൽ മുകളിൽ ലിങ്കിൽ പോയിട്ട് അതൊന്ന് കാണാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് ടോപ്പിക്കാണ്. ഒന്ന് റിലേഷൻ കാൽക്കുലസ് എന്താണെന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു പോകും. പിന്നെ ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിഡക്ഷൻ ഓഫ് ഡയഗ്രാം ടു ടേബിൾ. ഒരു ഡയഗ്രാം തന്നു കഴിഞ്ഞാൽ അതൊന്ന് നമ്മൾ എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും, ഒരു റിലേഷൻ ടേബിൾ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് രണ്ടാമത്തെ ടോപ്പിക്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ എസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണ് ഈ ടു ടേബിൾ കൺവേർഷൻ. അപ്പോൾ അതിന് ഡിഫറെൻറ്റ് സ്റ്റെപ്സും കാര്യങ്ങളും വിത്ത് ആൻ എക്സാമ്പിൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ രണ്ട് ടോപ്പിക് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കി പോവാം. ആദ്യം റിലേഷണൽ കാൽക്കുലസ് എന്താണെന്ന് നോക്കാം നമുക്ക്. So, contrary to relational algebra, which is a procedural query language to fetch data and which also explain how it is done. നമ്മൾ തൊട്ട് മുമ്പ് റിലേഷണൽ ആൽജിബ്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ നമ്മൾ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഒരു ക്വയറി നടത്തിയിട്ട് ലാംഗ്വേജ് അത് ഡാറ്റ ഫെച്ച് ചെയ്യുന്നത് മാത്രമല്ല, അത് എങ്ങനെ ഫെച്ച് ചെയ്യുന്നുള്ളതും കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ റിലേഷൻ കാൽക്കുലസ് എന്തല്ല, ഡാറ്റ ഫെച്ച് ചെയ്തത് മാത്രമേ നടക്കുന്നുള്ളൂ, അത് എങ്ങനെയാണ് ഫെച്ച് ചെയ്യുന്നത് അവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. സോ റിലേഷൻ കാൽക്കുലസ് ഇസ് എ നോൺ പ്രൊസീജറൽ ക്വയറി ലാംഗ്വേജ്. സോ ഇറ്റ് ഇസ് എ നോൺ പ്രൊസീജറൽ ക്വയറി ലാംഗ്വേജ് ആൻഡ് ഹാസ് നോ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഹൗ ദി ഡാറ്റ അല്ലെങ്കിൽ ഹൗ ദ ക്വയറി വിൽ വർക്ക് ഓർ ദി ഡാറ്റ വിൽ ബി ഫെച്ച്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഡാറ്റ ഫെച്ച് ചെയ്തെന്നുള്ളത് കാര്യങ്ങളൊന്നും ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മൾ ഡാറ്റ ജസ്റ്റ് ക്വയറി അനുസരിച്ച് നടത്തിയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൺലി ഫോക്കസ് ഓൺ വാട്ട് ടു ഡു ആൻഡ് നോട്ട് ഓൺ ഹൗ ടു ഡു. സോ എന്താണ് ചെയ്യേണ്ടത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, അത് എങ്ങനെ ചെയ്യുന്നുള്ളത് നമ്മളെ ഇവിടെ പോയിന്റ് ഓഫ് ഡിസ്കഷൻ അല്ല ഇൻ റിലേഷണൽ കാൽക്കുലസ് അല്ല. സോ റിലേഷൻ കാൽക്കുലസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ടു പാർട്ട്. ടപ്പർ റിലേഷണൽ കാൽക്കുലസ് TRC എന്ന് പറയും, രണ്ടാമത് ഡൊമൈൻ റിലേഷൻ കാൽക്കുലസ് TRC എന്ന് പറയും. സോ രണ്ട് കാറ്റഗറി ആയിട്ടുണ്ട്. അതെന്താ നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് ഈ റിലേഷൻ കാൽക്കുലസ് എന്നുള്ള ടോപ്പിക് നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ടപ്പർ റിലേഷൻ കാൽക്കുലസ് എന്നുള്ളതാണ് ആദ്യത്തേത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദ ടപ്പർ റിലേഷൻ കാൽക്കുലസ് ഈസ് സ്പെസിഫൈഡ് ടു സെലക്ട് ദ ടപ്പിൾ ഇൻ എ റിലേഷൻ. നമ്മളൊരു റിലേഷനിൽ ടപ്പിൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ TRC നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻ TRC ഫിൽറ്ററിംഗ് വേരിയബിൾസ് യൂസസ് ദ ടപ്പിൾ ഓഫ് എ റിലേഷൻ. നമ്മൾ ഫിൽറ്ററിംഗ് വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടപ്പിൾ സെലക്ട് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് എന്ന് വേണ്ടി. ഓക്കെ, ദ റിസൾട്ട് ഓഫ് ദി റിലേഷൻ ക്യാൻ ഹാവ് വൺ ഓർ മോർ ടപ്പിൾസ്. സോ നമ്മൾ ഒരു വലിയ ടേബിൾ നമുക്ക് ആവശ്യമുള്ള ടപ്പിൾസ് മാത്രം സെലക്ട് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. യൂസിങ് സം ഫിൽറ്റേഴ്സ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും, വൺ ഓർ മോർ ടപ്പിൾസ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്ന റിലേഷനും. സോ നൊട്ടേഷൻ ഒരു ബ്രാക്കറ്റിനകത്ത് P of T or T condition T എന്നും പറയാറുണ്ട്. വേർ T ഈസ് എ റിസൾട്ടിങ് ടപ്പിൾ, നമുക്ക് കിട്ടാൻ പോകുന്ന ടപ്പിളാണ്. ഇറ്റ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ വിച്ച് യു ആർ ഗിവിങ് ഹിയർ. P of T is the condition which is used to fetch T. നമ്മൾ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ടപ്പിൾസ് മാത്രം ഒരു റിലേഷൻഷിപ്പ് എടുക്കുന്നതിനെയാണ് നമ്മൾ റിലേഷൻ കാൽക്കുലസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ റിസൾട്ട് ഓഫ് ദിസ് ക്വറി ഈസ് ദി സെറ്റ് ഓഫ് ഓൾ ടപ്പിൾസ് T for which the condition P of T evaluated to true. So P of T എന്നുള്ള ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്മുടെ ആ എൻ്റെ റിലേഷൻഷിപ്പിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന റിലേഷൻഷിപ്പ് മാത്രമാണ് എന്തിലേക്ക് വരിക, T എന്നുള്ള ടപ്പിൾസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്, ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ വി ക്യാൻ ഓൾസോ സ്പെസിഫൈ കോളം നെയിം യൂസിങ് എ ഡോട്ട് ഓപ്പറേറ്റർ വിത്ത് ദ ടപ്പിൾ വേരിയബിൾ ടു ഓൺലി ഗെറ്റ് സർട്ടൻ ആട്രിബ്യൂട്ട്സ് കോളം ഇൻ റിസൾട്ട്. നമുക്ക് റിസൾട്ടിൽ മൊത്തം ടപ്പിളും ആവശ്യമില്ല, പകരം ഒരു ടേബിളിലെ ഒരു കോളം മാത്രമേ ആവശ്യമുള്ളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചിട്ട് അത് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടിൽ ആ പർട്ടിക്കുലർ ടപ്പിളിൻ്റെ ആ പർട്ടിക്കുലർ കോളം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. മുഴുവൻ ടപ്പിൾ ആവശ്യമില്ലെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ ടപ്പിൾ റിലേഷൻ കാൽക്കുലസ്, ഫോർ എക്സാമ്പിൾ T ഡോട്ട് നെയിം. സോ നമുക്കിവിടെ എന്ത് മാത്രമേ കിട്ടുള്ളൂ, നെയിം എന്നുള്ള കോളം മാത്രം മതി ടപ്പിളിൽ അല്ലേ. T ഡോട്ട് നെയിം ഓദർ T ആൻഡ് T ഡോട്ട് ആർട്ടിക്കിൾസ് ഈക്വൽ ടു ഡാറ്റാബേസ്. സോ രണ്ട് കണ്ടീഷൻ വെച്ചിട്ട് നമ്മളിത് ഡാറ്റാബേസിലുള്ള കണ്ടീഷൻ വെച്ചിട്ട് നമ്മളിത് കണ്ടീഷൻ വെക്കുന്നതാണത്. സോ അതിന് നമുക്ക് T ഡോട്ട് നെയിം എന്നുള്ള കോളം മാത്രം മതി നമുക്ക്. സോ ഔട്ട്പുട്ട് എന്തായിരിക്കും, ദിസ് ക്വയറി സെലക്ട് ദ ടപ്പിൾ ഫ്രം ദി ഓദർ. ഓദറിൽ നിന്ന് നമുക്ക് കിട്ടും ടപ്പിൾ എന്നുള്ള ടപ്പിൾ, ഈ ഓദർ എന്നുള്ള ടേബിളിൽ ടപ്പിൾ എടുക്കും. ഓദർ റിലേഷൻ ഇറ്റ് റിട്ടേൺസ് ടപ്പിൾ വിത്ത് നെയിം മാത്രമേ നമുക്ക് റിട്ടേൺ ചെയ്യുള്ളൂ. ആൻഡ് ഫ്രം ഓദർ ഹു ഹാസ് റിട്ടേൺ ആൻ ആർട്ടിക്കിൾ ഓൺ ഡാറ്റാബേസ്. സോ ആർട്ടിക്കിൾ ഡാറ്റാബേസ് എന്നുള്ള ആർട്ടിക്കിൾ റിട്ടേൺ ചെയ്യും അല്ലേ. അതായത് ഓദർ എന്നുള്ള കോളത്തിൽ നിന്ന് ഡാറ്റാബേസ് എന്നുള്ള ആർട്ടിക്കിൾ എഴുതിയ ആൾക്കാരുടെ നെയിം മാത്രം ഇത് റിട്ടേൺ ചെയ്തുള്ളൂ. സോ T ഡോട്ട് നെയിം എന്നാൽ നെയിം മാത്രം റിട്ടേൺ ചെയ്യണം ഓദർ എന്നുള്ള ടേബിളിൽ നിന്ന് അല്ലേ. ആൻഡ് T ഓഫ് ആർട്ടിക്കിൾ എന്തായിരുന്നു, ഒരു ഡാറ്റാബേസ് ആയിരിക്കണം. സോ ഇതാണ് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ. സോ അതിനനുസരിച്ചുള്ള ഒരു റിലേഷൻ നമുക്കിവിടെ കിട്ടും.
TRC can be quantified. നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും, എണ്ണം സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇൻ TRC വി ക്യാൻ യൂസ് എക്സിസ്റ്റൻസ് അറ്റ്ലീസ്റ്റ് വൺ എന്നുള്ളതാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സ് ഫോർ ഓൾ എന്നുള്ളതും നമുക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ TRC ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ദെൻ രണ്ടാമത്തെ കാൽക്കുലേഷൻ ആണ് റിലേഷൻ കാൽക്കുലേഷൻ, ഡൊമൈൻ റിലേഷൻ കാൽക്കുലേഷൻ, DRC എന്ന് പറയും. സോ ഡൊമൈൻ ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ. ഈ ഡൊമൈൻ റിലേഷൻ കാൽക്കുലേഷൻ ഫിൽറ്ററിംഗ് ഈസ് ഡൺ ബേസ്ഡ് ഓൺ ദ ഡൊമൈൻ ഓഫ് ദി ആട്രിബ്യൂട്ട് ആൻഡ് നോട്ട് ബേസ്ഡ് ഓൺ ദ ടപ്പിൾ വാല്യൂസ്. സോ തൊട്ട് മുമ്പ് നമ്മൾ ഫിൽറ്റർ ചെയ്ത് എന്തിനു ബേസിലായിരുന്നു, ടപ്പിൾസിനെയാണ് നമ്മൾ ഫിൽറ്റർ ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ ഡൊമൈൻ ആണ് നമ്മൾ ഇവിടെ ഫിൽറ്റർ ചെയ്യുന്നത്. Domain relation calculus uses the same operator as in tuple. That means logical connections and or not ഒക്കെ നമ്മളിവിടെയും യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് യൂസസ് എക്സ്റ്റൻഷ്യൽ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റൻഷ്യൽ ആൻഡ് യൂണിവേഴ്സൽ ക്വാണ്ടിഫയർസ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും ഇൻ DRC ഓൾസോ. നൊട്ടേഷൻസ് A1 A2 A3 AN ഫ്രം P of A1 A2 A3 AN. കണ്ടീഷൻ ആണ് ഇവിടെ P of എന്നുള്ളത് അല്ലേ. സോ വേർ A1 A2 are the attributes means domains and P defines the formula including the condition for fetching the data. So P നമുക്ക് എന്താണ് കണ്ടീഷൻ കൊടുക്കുന്നതാണ് ഇവിടെ P എന്നുള്ള സ്ഥലത്ത്. സോ ഇതാണ് അതിൻ്റെ നൊട്ടേഷൻ ഒരു DRCയുടെ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ആർട്ടിക്കിൾ പേജ് സബ്ജക്റ്റ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്നത് ഫ്രം ജാവ പോയിന്റ് ആൻഡ് സബ്ജക്റ്റ് ഈക്വൽ ടു ഡാറ്റാബേസ്. സോ സബ്ജക്റ്റ് ഡാറ്റാബേസ് എന്നുള്ളതിൻ്റെ ജാവ പോയിന്റും അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്നുള്ള ഇത് മാത്രം നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് വരും അല്ലേ. ദിസ് query will yield the article അല്ലേ, ഇവിടെ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട്, ആർട്ടിക്കിൾ പേജ് സബ്ജക്റ്റ് അല്ലേ, ആർട്ടിക്കിൾ പേജ് സബ്ജക്റ്റ് ഫ്രം റിലേഷണൽ ജാവ പോയിന്റ് വേർ സബ്ജക്റ്റ് ഈസ് എ ഡാറ്റാബേസ്. സോ ഇതാണ് നമ്മുടെ റിലേഷൻ. അതിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു കണ്ടീഷൻ എക്സ്ട്രാ കൊടുക്കുന്നതാണ് സബ്ജക്റ്റ് ഡാറ്റാബേസ് ഉള്ളത് കിട്ടണം, അതിന് വേണ്ടി സബ്ജക്റ്റ് ഈക്വൽ ഡാറ്റാബേസ്. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൊമൈൻ വെച്ചിട്ട് നമുക്കിത് ഫോക്കസ് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. സോ അതാണ് ഡൊമൈൻ റിലേഷൻ കാൽക്കുലസ്. വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് വലിയ ചില എക്സാമിന് ഒരു 4 മാർക്കിൽ 2 മാർക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്താണെന്നൊന്ന് നോക്കി വെച്ചാൽ മാത്രം മതി നിങ്ങൾ. ഓക്കെ, ഇനി ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിഡക്ഷൻ ഓഫ് ER ഡയഗ്രാം ടു ടേബിൾ. ഒരു ER ഡയഗ്രാം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ, ER ഡയഗ്രാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു ER ഡയഗ്രാം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ അതൊന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു ടേബിൾ ഫോം ചെയ്യുക എന്നുള്ളതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു 6 ഡിഫറെൻറ്റ് സ്റ്റെപ്പ് വെച്ചിട്ട് ഞാനത് പറയും. അത് ഓരോ സ്റ്റെപ്പും ഞാൻ എക്സാമ്പിൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിവിടെ കൊടുക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്, അത് ആദ്യം ഒന്ന് വരച്ച് വെക്കുക. എന്നിട്ട് ഓരോ സ്റ്റെപ്പ് പറയുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, അത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്, എന്നിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, സോ ഫസ്റ്റ് the database can be represented using the notations and this notation can be reduced to collection of table. നമുക്കറിയാം ഒരു ഡാറ്റാബേസിൽ നമ്മൾ നൊട്ടേഷൻസ് ആക്കി യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ടേബിൾ എന്ന് പറഞ്ഞത്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു റിഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ടൊരു ടേബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ER ഡയഗ്രാം ടു ടേബിൾ. In the database, every entity set or relationship set can be represented in tabular form. ഡാറ്റാബേസിൽ നമുക്കറിയാം അല്ലെ, റിലേഷൻ ഡാറ്റാബേസിൽ നമ്മൾ എല്ലാ റിലേഷൻഷിപ്പിനെയും അല്ലെങ്കിൽ എൻറ്റിറ്റി സെറ്റിനെയും നമുക്ക് ഒരു ടാബുലാർ ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദർ ആർ സം പോയിന്റ്സ് ഫോർ കൺവേർട്ടിംഗ് ദ ER ഡയഗ്രാം ടു ടേബിൾ. നമുക്ക് ഒരു ER ഡയഗ്രത്തിനെ നേരിട്ട് ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു എക്സാമ്പിൾ, ER ഡയഗ്രത്തിൻ്റെ ഒരു എക്സാമ്പിൾ തരികയാണ്. നിങ്ങൾ ഡീറ്റെയിൽ ആയി നോക്കുക ഇവിടെ അല്ലേ. ഇവിടെ 4 എൻറ്റിറ്റീസ് ഉണ്ട് അല്ലേ, സ്റ്റുഡൻറ്റ്, കോഴ്സ്, സബ്ജക്റ്റ്, ലെക്ചേഴ്സ്. ഇനി അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് ഇവിടെ കിടക്കുന്നത്, DOB, ഹോബി, ഏജ് അല്ലെ. ഈ ഏജ് എന്നുള്ള ഡോട്ടഡ് ലൈൻ മീൻസ് ഡ്രൈവ്ഡ് ആട്രിബ്യൂട്ട്സ് ആണ്. ഹോബി മീൻസ് മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ആണ് അല്ലേ. സ്റ്റുഡൻറ്റ് ഐഡിക്ക് ഒരു അണ്ടർലൈൻ കാണാം, അതിനർത്ഥം എന്താണ്, ഇറ്റ് ഈസ് എ പ്രൈമറി കീ. ദെൻ സ്റ്റുഡൻറ്റ് നെയിം, അഡ്രസ്സിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലേ. സോ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ്, മൾട്ടിപ്പിൾ ആട്രിബ്യൂട്ട്സ് കൂടിയിട്ട് ഒന്നുണ്ടാകുന്നതാണ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സ് ആണ്. ദെൻ കോഴ്സ് ID, ദെൻ കോഴ്സ് എന്നുള്ള എൻറ്റിറ്റി ആണെങ്കിൽ അതിന് കോഴ്സ് ഐഡിയും കോഴ്സ് നെയിം, അതിൽ കോഴ്സ് ID ആണ് അതിൻ്റെ പ്രൈമറിക്ക്. ദെൻ സബ്ജക്റ്റ് എന്നുള്ള എൻറ്റിറ്റി ആണെങ്കിൽ അതിന് ലെക്ചർ ID ഉണ്ട്, സബ്ജക്റ്റ് ID ഉണ്ട്, സബ്ജക്റ്റ് നെയിം ഉണ്ട്. ലെക്ചർ എന്നുള്ള ഒരു എൻറ്റിറ്റി ആണെങ്കിൽ അതിന് ലെക്ചർ ID, ലെക്ചർ നെയിം, കോഴ്സ് ID ഇങ്ങനെയുണ്ട് അല്ലേ. സോ ഇത് തമ്മിൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നുണ്ട് ഇവിടെ. സ്റ്റുഡൻറ്റ് കോഴ്സ് റിലേഷൻഷിപ്പാണ്. സ്റ്റുഡൻറ്റ് അറ്റൻഡ്സ് കോഴ്സ് അല്ലെ, M to N ആണ്. M നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്, N നമ്പർ ഓഫ് കോഴ്സിന് അറ്റൻഡ് ചെയ്യുന്നു. അതേപോലെ ലെക്ചേഴ്സ് ടീച്ചേഴ്സ് സ്റ്റുഡൻറ്റ് അല്ലേ, ലെക്ചർ ടീച്ചേഴ്സ് സബ്ജക്റ്റ്, കോഴ്സ് ഹാസ് സബ്ജക്ട്സ്. സോ ഇങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് ഉള്ളത്. ലെക്ചർ ടേക്സ് കോഴ്സ്. സോ ഇങ്ങനെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ട്. അതിൽ 1 to 1 M to N ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. പാർട്ടിസിപ്പേഷൻ ആണ്, എത്ര ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളതാണ് അവിടെ മീൻ ചെയ്യുന്നത്. നമ്പർ ഓഫ് പാർട്ടിസിപ്പൻ്റ് ആണ് M to N, 1 to 1 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്.
സോ ഇത് നിങ്ങളൊന്ന് ഓവറോൾ നോക്കുക, ഒന്ന് നിങ്ങളെ ബുക്കിൽ വരച്ച് വെക്കുക. എന്നിട്ട് ഞാൻ അടുത്ത ഓരോ സ്റ്റെപ്പ് പറയുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ടേബിളിനെ അല്ലെങ്കിൽ ഒരു ഡയഗ്രം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ആദ്യം നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ടത് ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഉണ്ടാകാൻ പോകുന്ന ടേബിൾ എന്തൊക്കെയാണ്? എൻറ്റിറ്റി ടൈപ്പ് ബിക്കം എ ടേബിൾ. അതായത് നമ്മുടെ തന്നിട്ടുള്ള ഡയഗ്രത്തിൽ എത്ര എൻറ്റിറ്റി ഉണ്ടോ അതിനെല്ലാം ഒരു ടേബിൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ 4 എൻറ്റിറ്റി ഉണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു? ഇനി അവർ ഗിവൺ ഡയഗ്രം ലെക്ചറർ, സ്റ്റുഡൻറ്റ്, സബ്ജക്റ്റ്, കോഴ്സ്, 4 എൻറ്റിറ്റീസ് ഉണ്ടായിരുന്നു. സോ ഈ 4 എണ്ണത്തിന് എന്തായാലും ഒരു ടേബിൾ, ഓരോ ഇൻഡിവിജ്വൽ ടേബിൾസ് ഫോം ചെയ്യും. സോ 4 ടേബിൾസ് അവിടെ ഓൾറെഡി ഫോം ചെയ്തു അല്ലേ? അതായത് സ്റ്റുഡൻറ്റിനൊരു ടേബിൾ വേണം, കോഴ്സിനൊരു ടേബിൾ വേണം, സബ്ജക്റ്റിനൊരു ടേബിൾ വേണം, ലെക്ചറിനൊരു ടേബിൾ വേണം. സോ ഇതിൻ്റെ ആട്രിബ്യൂട്ട്സും അല്ലെങ്കിൽ അതിൻ്റെ കോളത്തിൻ്റെ എണ്ണമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ആദ്യം എത്ര ടേബിളാണെന്നുള്ളതാണ്. ആദ്യം സ്റ്റുഡൻറ്റിൻ്റെ ടേബിൾ, കോഴ്സിൻ്റെ ടേബിൾ, സബ്ജക്റ്റിൻ്റെ ടേബിൾ, ലെക്ചറിൻ്റെ ടേബിൾ. അതായത് നമ്മൾ തന്ന ഡയഗ്രത്തിലെ എല്ലാ എൻറ്റിറ്റീസിനും ഒരു ടേബിൾ നിർബന്ധമായിട്ടും വേണം. എൻറ്റിറ്റി മീൻസ് സ്ട്രോങ് എൻറ്റിറ്റി മാത്രമാണ്, വീക്ക് എൻറ്റിറ്റി ഇല്ല അവിടെ. ഓക്കെ, സോ രണ്ടാമത്തെ സ്റ്റേജിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം എൻറ്റിറ്റീസിനെല്ലാം കൊടുത്തപ്പോൾ 4 ടേബിളായി. ഓൾ സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട് ബിക്കം കോളം ഫോർ ദി ടേബിൾ. നമുക്ക് തന്നിട്ടുള്ള എൻറ്റിറ്റീസിൽ സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട്സ് എന്നാൽ ആ ഒരു ആട്രിബ്യൂട്ട്സിന് ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ആട്രിബ്യൂട്ട്സിനെല്ലാം നമ്മൾ ആ ടേബിളിൽ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് എൻറ്റിറ്റി ടേബിൾ ഇല്ലേ, അതിലെ കോളംസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ലെക്ചറർക്കും സ്റ്റുഡൻറ്റിനും സബ്ജക്റ്റിനും കോഴ്സിനും കോളം വേണം. അതാണ് ഇപ്പോൾ പറഞ്ഞത്. സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട്സ് എല്ലാം ആ പർട്ടിക്കുലർ എൻറ്റിറ്റിയുടെ കോളംസ് ആയിട്ട് മാറും. In the student entity, student name and student ID form the column for the student table. Similarly, course name, course ID. So, ഈ എക്സാമ്പിൾ നോക്കുക നിങ്ങൾ. സോ സ്റ്റുഡൻറ്റ് ഐ ഡി എടുത്തു കഴിഞ്ഞാൽ അതിൽ സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട് ഏതൊക്കെയാണെന്ന് നോക്കുക നിങ്ങൾ. സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട്സ് ഒക്കെ സ്റ്റുഡൻറ്റ് ഐ ഡി ഉണ്ടാവും, സ്റ്റുഡൻറ്റ് നെയിം ഉണ്ടാവും അല്ലേ, കോഴ്സ് ഐ ഡി ഉണ്ട്. ഇപ്പോൾ എത്രയാണ് അതിലുള്ളത്? ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. ഹോബി എന്നുള്ളത് എന്താണ്? മൾട്ടി വാല്യൂഡ് ആണ്, മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ട്. അഡ്രസ് എന്താണ്? ഇറ്റ് ഈസ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ആണ്. അതിനെ പറ്റി ഇപ്പം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ആകെ പറഞ്ഞത് സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട്സിനെല്ലാം ആഡ് ചെയ്യാനാണ്. അപ്പോൾ സ്റ്റുഡൻറ്റിൽ നമ്മൾ സ്റ്റുഡൻറ്റ് ഐ ഡി, സ്റ്റുഡൻറ്റ് നെയിം, കോഴ്സ് ഐ ഡി വരുള്ളൂ. അതേപോലെ കോഴ്സ് എടുക്കുകയാണെങ്കിൽ കോഴ്സ് ഐ ഡിയും കോഴ്സ് നെയിം രണ്ടും എന്താണ്? സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട് ആണ്, അത് വരും. ദെൻ സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ലെക്ചർ ഐ ഡിയും സബ്ജക്റ്റ് ഐ ഡിയും സബ്ജക്റ്റ് നെയിമും എന്താണ്? സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട് ആണ്. അതിൽ 3 അതിൻ്റെ കോളംസ് ആയിട്ട് വരും ആ പർട്ടിക്കുലർ ടേബിളിൻ്റെ. ദെൻ ലെക്ചർ എന്നുള്ള ടേബിൾ എടുക്കുകയാണെങ്കിൽ അതിൽ ലെക്ചർ ഐ ഡിയും ലെക്ചർ നെയിമും കോഴ്സ് ഐ ഡിയും 3 സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട്സ് ആണ്. ആ 3 അതിൻ്റെ കോളംസ് ആയിട്ട് വരും. സോ രണ്ടാമത്തെ സ്റ്റെപ്പ് അവിടെ കഴിഞ്ഞു. ഓക്കെ, അപ്പം സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട് ബിക്കം കോളം ഫോർ ദി ടേബിൾ. നമ്മൾ തൊട്ട് മുമ്പ് ഉണ്ടാക്കിയ ടേബിളിലെ കോളംസ് ആണ് ഇവിടെ പറഞ്ഞത്. സിംഗിൾ വാല്യൂ ആട്രിബ്യൂട്ട്സ് എല്ലാം അതിൻ്റെ കോളംസ് ആയിട്ട് മാറും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് പറയുന്നത്? എ കീ ആട്രിബ്യൂട്ട് ഓഫ് ദ എൻറ്റിറ്റി ടൈപ്പ് റെപ്രസെൻറ്റ് ബൈ ദി പ്രൈമറി കീ. ഇപ്പോൾ നമ്മൾ തന്ന നേരത്തെ ആ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ള ആട്രിബ്യൂട്ട്സിൽ പ്രൈമറി ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ പ്രൈമറി കീസ് ഉണ്ടെങ്കിൽ അതും എന്തായിരിക്കും? ടേബിളിൻ്റെ പ്രൈമറി കീ ആയിട്ട് മാറും. ഓക്കെ, സോ ഓരോന്നിനും പ്രൈമറി കീ ഏതൊക്കെ ആയിരിക്കും? സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിൾ ആണെങ്കിൽ അതിൽ സ്റ്റുഡൻറ്റ് ഐ ഡി അതിൻ്റെ ടേബിൾ പ്രൈമറി കീ ആയിട്ട് മാറും ആ ടേബിളിൻ്റെ. കോഴ്സ് ആണെങ്കിൽ കോഴ്സ് ഐ ഡി ആ ടേബിളിൻ്റെ പ്രൈമറി കീ ആയിരിക്കും. സബ്ജക്റ്റ് ഐ ഡി ഉണ്ടെങ്കിൽ അതിൽ സബ്ജക്റ്റ് ഐ ഡി ആ ടേബിളിൻ്റെ പ്രൈമറി കീ ആണ്. ലെക്ചറിൽ എന്നുള്ള ടേബിളിൽ ലെക്ചർ ഐ ഡി ആണ് അതിൻ്റെ പ്രൈമറി കീ ആ ടേബിളിൽ. സോ നമുക്ക് തന്ന ഫിഗറിൽ ഡയഗ്രത്തിൽ ഏതാണോ പ്രൈമറി ആട്രിബ്യൂട്ട്സ് അത് നമ്മൾ പ്രൈമറി കീ ആയിട്ട് ടേബിളിലെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യണം. അതാണ് മൂന്നാമത്തെ സ്റ്റേജ്. നാലാമത്തെ സ്റ്റേജ് എന്താണ്? അപ്പോഴാണ് നമ്മൾ മൾട്ടി വാല്യൂ ആട്രിബ്യൂട്ട്സിനെ പറ്റി പറഞ്ഞത്. ദ മൾട്ടി വാല്യൂ ആട്രിബ്യൂട്ട് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സെപ്പറേറ്റ് ടേബിൾ. സോ മൾട്ടി വാല്യൂ ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓൾറെഡി ഉള്ള എൻറ്റിറ്റീൻ്റെ ടേബിൾ കൊളിക്കാൻ പറ്റില്ല. അതിന് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ വേറൊരു സെപ്പറേറ്റ് ടേബിൾ തന്നെ നമ്മൾ ഉണ്ടാക്കണം. സോ ആ സെപ്പറേറ്റ് ടേബിൾ എന്തൊക്കെയായിരിക്കും കോളംസ് അത് നോക്കണം നമ്മൾ. അവിടെ വരാൻ പോകുന്ന കോളംസ് ഏതൊക്കെയാണ്? ഇൻ ദ സ്റ്റുഡൻറ്റ് ടേബിൾ ഹോബി ഈസ് എ മൾട്ടി വാല്യൂ ആട്രിബ്യൂട്ട്. നിങ്ങൾ കണ്ടില്ലേ 2 സർക്കിൾ വെച്ചാലാണെന്ന് നമ്മൾ പറയാം മൾട്ടി വാല്യൂ ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. സോ സ്റ്റുഡൻറ്റ് എന്നുള്ള ആ എൻറ്റിറ്റിയിൽ ഹോബി എന്താണ്? മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ് ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു റെപ്രസെൻറ്റ് മൾട്ടി വാല്യൂ ആട്രിബ്യൂട്ട്സ് ഇൻ എ സിംഗിൾ കോളം ഓഫ് സ്റ്റുഡൻറ്റ് ടേബിൾ. സ്റ്റുഡൻറ്റ് ടേബിൾ ഒരു സിംഗിൾ കോളത്തിൽ ഹോബി എന്ന് വരച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ ഹോബി കൊള്ളിക്കാൻ പറ്റില്ല. കാരണം നമുക്കറിയാം ഒരു ടേബിളിൽ മൾട്ടിപ്പിൾ കോളം, ഒരു കോളത്തിൽ മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഹെൻസ് വി ക്രിയേറ്റ് എ ടേബിൾ സ്റ്റുഡ് ഹോബി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. സ്റ്റുഡൻറ്റ് ഹോബി ഇവിടെ ഞാൻ കൊടുത്ത പേരാണ് STUD_hobby. ഒരു പുതിയ ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു ഈ മൾട്ടി വാല്യൂ ആട്രിബ്യൂട്ട്സിന് വേണ്ടി വിത്ത് കോളം നെയിം. കോളം നെയിം എന്തൊക്കെ ഉണ്ടാവുക? നമ്മുടെ നേരത്തെ എടുത്ത എൻറ്റിറ്റി ആ ഹോബി എന്നുള്ളത് ഏത് എൻറ്റിറ്റിയിലാണോ ഉള്ളത് അതിൻ്റെ പ്രൈമറി കീ അതാണ് സ്റ്റുഡൻറ്റ് ഐ ഡി അല്ലേ? സ്റ്റുഡൻറ്റ് ഐ ഡി വരും. ദെൻ ആ ഹോബി എന്നുള്ള 2 കോളം. സോ 2 കോളം വെച്ചിട്ട് പുതിയൊരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു സ്റ്റുഡ് ഹോബി എന്നുള്ളത്. അതിൽ കോളംസ് വരുന്നത് നമ്മുടെ ആ എൻറ്റിറ്റിയുടെ
പ്രൈമറി കീ എന്താണോ അതാണ് ഒരു കോളം, രണ്ടാമത്തത് നമ്മുടെ മൾട്ടി വാല്യൂ ആട്രിബ്യൂട്ട്സ് എന്താണോ അതാണ് രണ്ടാമത്തെ കോളം. അതായത് സ്റ്റുഡൻറ് ഐ ഡി ആണ് സ്റ്റുഡൻറ് എന്നുള്ള ടേബിളിൻ്റെ കോളം, അത് സ്റ്റുഡൻറ് ഐ ഡി ഒരു കോളം ആയിരിക്കും. രണ്ടാമത് ഹോബിയാണ് നമ്മുടെ മൾട്ടി വാല്യൂ ആട്രിബ്യൂട്ട്സ്, അതും ആ പർട്ടിക്കുലർ പുതിയ കോളത്തിൻ്റെ മീൻസ് പുതിയ ടേബിളിൻ്റെ കോളംസ് രണ്ടെണ്ണമാണ് വരുന്നത്. ഓക്കെ, ആൻഡ് വി ക്രിയേറ്റ് എ കോമ്പോസിറ്റ് കീ. അതിൻ്റെ കീ എന്തായിരിക്കും? കോമ്പോസിറ്റ് കീ ആയിരിക്കും. രണ്ട് കോളംസോട് കൂടിയിട്ടായിരിക്കും അതിൻ്റെ കീ ഫോം ചെയ്യുക. സോ ഇവിടെ നോക്കുക, നിങ്ങൾ ഹോബി എന്നുള്ളത് മാത്രം ഒറ്റ എന്നുള്ള നമ്മൾ ഈ തന്ന എക്സാമ്പിളിൽ മൾട്ടി വാല്യൂ ആട്രിബ്യൂട്ട്സ് ഉള്ളൂ. സോ 1 2 3 4 ഈ 4 എൻറ്റിറ്റിക്കും ഒരു ടേബിളിന് പുറമെ അഞ്ചാമത്തെ ടേബിളായിട്ട് ഹോബി എന്നുള്ള ടേബിളിൽ ഹോബിക്ക് നമ്മൾ ടേബിൾ ഉണ്ടാക്കും. ഞാനിവിടെ കൊടുത്ത പേര് stud_hobby എന്നാണ് പേര് കൊടുത്തത്. അതിൽ വരുന്ന ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് അത് ഈ മൾട്ടി വാല്യൂ ആട്രിബ്യൂട്ട്സ് ഏത് എൻറ്റിറ്റിയുടെ ഭാഗമാണോ അത് സ്റ്റുഡൻറ് എൻറ്റിറ്റിയുടെ ഭാഗമാണ് അല്ലേ, അതിൻ്റെ പ്രൈമറി കീ എന്താണോ അതാണ് ഒരു കോളം വരിക ആ പുതിയ ടേബിളിൽ. അതായത് സ്റ്റുഡൻറ് ഐ ഡി ആണ് അതിലൊരു കോളം വരിക. രണ്ടാമത്തെ കോളം എന്താണോ മൾട്ടി വാല്യൂ ആട്രിബ്യൂട്ട്സ് അതും ഹോബിയും. സോ രണ്ട് കോളം വരും അവിടെ, സ്റ്റുഡൻറ് ഐ ഡിയും ഹോബിയും. ഓക്കെ, സോ അങ്ങനെ ഇതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താണ്? കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് റെപ്രസെൻറ്റ് ബൈ കോമ്പോണൻറ്റ്. സോ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിൽ അതേപോലെ തന്നെ കൊടുക്കും. അപ്പോൾ അത് നമ്മുടെ എക്സാമ്പിളിൽ അഡ്രസ് എന്നുള്ളത് എന്താണ്? ഒരു കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ആണ്. അത് സ്റ്റുഡൻറ് എന്നുള്ള ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് കോളംസ് ആക്കിയിട്ട് കൊടുക്കും. ഇൻ ദ ഗിവൻ ER diagram, student address is a composite attribute. It contains city, pin, door number, state. In the student table, this attribute can merge as an individual column. ഒരു ഇൻഡിവിജ്വൽ കോളംസ് ആയിട്ട് ഇതിനെല്ലാം കൂടെ നമ്മൾ കൊടുക്കും. അതായത് ഓരോന്നും ഓരോ കോളംസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. അതായത് അഡ്രസ് എന്നുള്ള ഒരു സിംഗിൾ കോളം കൊടുക്കുന്നതിന് പകരം സിറ്റി, പിന്ന്, ഡോർ നമ്പർ, സ്റ്റേറ്റ് എന്നുള്ളത് സെപ്പറേറ്റ് കോളംസ് ആക്കിയിട്ട് ഏതാണോ ആ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടിൻ്റെ എൻറ്റിറ്റി അതിൽ തന്നെ കൊടുക്കും. അതായത് സ്റ്റുഡൻറ് എന്നുള്ള ടേബിൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു, അതിലെന്തും കൂടെ വരും? അഡ്രസ് ഉള്ളതിന് പകരം ഈ 1 2 3 4 5 ഈ 5 കോളംസ് ആയിട്ട് അതിൽ വരും. ഒരു കോളത്തിന് പകരം 5 കോളംസ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഡിസ്റ്റിങ്ഷ് ചെയ്ത് കൊടുക്കും. അതായത് ഇവിടെ നോക്കുക നിങ്ങൾ, ഇവിടെ അഡ്രസ് എന്നുള്ളതാണ് എന്ത്? കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്. കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കോമ്പോണൻസ് ഉള്ളതിനാണ് അല്ലേ. ഇവിടെ ഡോർ നമ്പർ ഉണ്ട്, സ്ട്രീറ്റ് ഉണ്ട്, സിറ്റി ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, പിൻ ഉണ്ട്. സോ ഇതിനെല്ലാം ഞാൻ എന്ത് ചെയ്യും? സ്റ്റുഡൻറ് എന്നുള്ള ടേബിളിൻ്റെ 1 2 3 4 5 ഈ ഒരു ടേബിൾ, ഒരു അഡ്രസ് ഉള്ള ഒരു കോളത്തിന് പകരം 5 ടേബിൾ മീൻസ് 5 കോളംസ് സെപ്പറേറ്റ് ആക്കിയിട്ട് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്സിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. Then last step ആണ് derived attribute are not considered in the table. So derived attributes എന്നാൽ നമുക്കറിയാം അവിടെ ഏജ് എന്നുള്ളത് derived attribute ആണ്. അത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് നിന്ന് കിട്ടിയതാണ് അല്ലേ. In the student table, age is an derived attribute. It can be calculated at any point of time by calculating the difference between current date and the date of birth. So age എന്നുള്ളത് ഒരു derived attributes ആണ്. അവിടെ കാരണം ഡോട്ടർ ലൈനിൽ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ER ഡയഗ്രാം മുതൽ ടേബിൾ ഉണ്ടാക്കുമ്പോൾ അതിൽ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം ഏജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി നമ്മളെ കോളത്തിലുണ്ടാവും അല്ലേ. സ്റ്റുഡൻറ് എന്നുള്ള ടേബിൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തുണ്ട്? എൻറ്റിറ്റി ആയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എന്തായാലും ഉണ്ടാവും. സോ ആ ഡേറ്റ് ഓഫ് ബർത്തും കറണ്ട് ഡേറ്റും കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏജ് ഏത് സമയത്തും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഏജ് ഡിറൈവഡ് ആട്രിബ്യൂട്ട് നമ്മൾ എന്ത് ചെയ്യില്ല, അവിടെ സെപ്പറേറ്റ് കൊടുക്കാറില്ല. സോ ഇതിൽ കാണാൻ നിങ്ങൾക്ക് ഏജ് ആണ് ഡിറൈവഡ് ആട്രിബ്യൂട്ട്. അത് ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടുമ്പോൾ അതൊന്ന് കിട്ടുന്നതാണ് ഏജ് എന്നുള്ളത്. സോ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ളൊരു എൻറ്റിറ്റി മീൻസ് ഒരു കോൾ എന്തായാലും നമ്മൾ സ്റ്റുഡൻറ്റിന് ഉണ്ടാവും. കാരണം അത് സിംഗിൾ വാല്യൂ ആണ് ആദ്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇന്നത്തെ ഡേറ്റും ഡേറ്റ് ഓഫ് ബർത്തും കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റുഡൻറ്റിൻ്റെ ഏജ് ഈസി ആയിട്ട് കാണാൻ പറ്റും. സോ ഡിറൈവഡ് ആട്രിബ്യൂട്ട്സ് നമ്മൾ കൊടുക്കാറില്ല ടേബിളിൽ. സോ നമുക്ക് കിട്ടിയ ഈ മുഴുവൻ ടേബിൾ ഇപ്പം ആ ഒരു ER ഡയഗ്രത്തിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു രീതിയിലാണ് ആയി വരിക. സ്റ്റുഡൻറ് എന്നുള്ളൊരു ടേബിൾ അല്ലേ, ലെക്ചർ എന്നുള്ളൊരു ടേബിൾ, സബ്ജക്റ്റ് എന്നുള്ളൊരു ടേബിൾ, കോഴ്സ് എന്നുള്ളൊരു ടേബിൾ. നമ്മൾ 4 എൻറ്റിറ്റിക്ക് 4 ടേബിളാണ്. അതിൻ്റെ കോളംസ് ആണ്, ആ ടേബിൾ തന്നെ കോളംസ് ആണ്. സ്റ്റുഡൻറ് ഐ ഡി ഇതാണ് ഇതിൻ്റെ പ്രൈമറി കീയിലെ. സ്റ്റുഡൻറ് നെയിം ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ വരുന്നുണ്ട്. ദെൻ അഡ്രസ്സ് വരുന്നതിന് പകരം നമ്മൾ എന്ത് കൊടുക്കും? അഡ്രസ്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് ആയിരുന്നു, ആ 5 വാല്യൂസ് ഇവിടെ സെപ്പറേറ്റ് കൊടുത്തു. 5 കോളംസ് വരും. ഡോർ നമ്പർ, സ്ട്രീറ്റ്, സിറ്റി, സ്റ്റേറ്റ്, പിൻ, ദെൻ കോഴ്സ് ഐ ഡിയും അവിടെ വരും. സ്റ്റുഡൻറ് എന്നുള്ള ഐഡൻറ്റിറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ വരും അല്ലേ. നോക്കുക നിങ്ങൾ, സ്റ്റുഡൻറ് എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ വരുന്നുണ്ട് എക്സെപ്റ്റ് ഹോബി ആൻഡ് ഏജ്. രണ്ടാമത്തെ ടേബിൾ ലെക്ചറാണ്. ലെക്ചറുടെ ലെക്ചർ ഐ ഡി ഉണ്ട്, ലെക്ചർ നെയിം ഉണ്ട്, കോഴ്സ് ഐ ഡി ഉണ്ട്. അതിൻ്റെ എല്ലാം സിംഗിൾ വാല്യൂ എന്നെല്ലാം കൊടുക്കുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ ടേബിൾ സബ്ജക്റ്റ് ഐ ഡി, സബ്ജക്റ്റ് നെയിം, ലെക്ചർ ഐ ഡി, അതായത് സബ്ജക്റ്റിൻ്റെ ടേബിളാണ്. അതൊരു എൻറ്റിറ്റി ആയിരുന്നു. ദെൻ കോഴ്സ് ഐ ഡി എന്നുള്ള കോഴ്സ് എന്നുള്ളൊരു എൻറ്റിറ്റി ഉണ്ടായിരുന്നു, അതിന് കോഴ്സ് ഐ ഡി, കോഴ്സ് നെയിം. സോ ഇവിടെ ഒരു അഞ്ചാമത്തെ ടേബിൾ വന്നത് ഈ മൾട്ടി വാല്യൂ ആട്രിബ്യൂട്ട്സിനാണ്. അതിന് സ്റ്റുഡ് ഹോബി എന്നുള്ള പേര് കൊടുത്തു അല്ലേ. ഹോബി ആയിരുന്നു മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്സ്. അതിൽ 2 കോളം സ്റ്റുഡൻറ് ഐ ഡി, ഈ കോളത്തിൻ്റെ പ്രൈമറി കീയും സ്റ്റുഡൻറ് ഐ ഡിയും ഏതാണോ മൾട്ടി വാല്യൂ ആട്രിബ്യൂട്ട് ഹോബി അതും ഇവിടെ കൊടുത്ത് അങ്ങനെ 2 കോളമുള്ള ഒരു പുതിയ ടേബിളും ക്രിയേറ്റ് ചെയ്തു. സോ ഈ രീതിയിലാണ് നമ്മളൊരു ER ഡയഗ്രത്തിനെ ഒരു ടേബിളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നിങ്ങളൊരു ചെറിയ എക്സാമ്പിൾ ഏതെങ്കിലും ഒന്ന് എടുത്ത് നോക്കുക, എന്നിട്ട് ഇത് ഇതേപോലെ ചെയ്ത് നോക്കുക.
ഇതിന് ഇനിയും ഡിഫറെൻറ്റ് സ്റ്റെപ്പുകളുണ്ട്, പക്ഷേ അത്രയും ഡീപ്പായിട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. ഇതുവരെ ഉള്ളത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ER ഡയഗ്രം കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എങ്ങനെ ഒരു ടേബിൾ, ഒരു റിലേഷൻ ടേബിൾ ഫോം ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ പറഞ്ഞത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞ സാധനം റിലേഷൻ കാൽക്കുലസും അതേപോലെ ER ഡയഗ്രാം ടു ഒരു റിലേഷൻ എങ്ങനെ ടേബിൾ നമ്മളെങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, നമുക്കത് ഡിസ്കസ് ചെയ്ത് തീർക്കാവുന്നതാണ്. തൽക്കാലം നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.